എവരിവൺ. അപ്പൊ നമ്മളെ കഴിഞ്ഞ ലൈവില് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് മിസ് ഫുൾ ഇക്വേഷൻസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. ക്രിസ്മസ് എക്സാമിന് അറിയാലോ 12 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ 12 ചാപ്റ്റേഴ്സിൽ നിന്നായി നമുക്ക് ഏതൊക്കെയാണ് ഇക്വേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. സോ ഫുൾ 12 ചാപ്റ്ററിലും ഇക്വേഷൻസ് ആയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് കോറിലേഷൻ അനാലിസിസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. ആൻഡ് അതില് 3 രീതിയിൽ ഈ ഒരു ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇക്വേഷൻ വരുന്നത് കൊവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഇൻടു സിഗ്മ വൈ. ദാറ്റ് ഈസ് ഈ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ആൻഡ് ഈ ഒരു വലിയ ഇക്വേഷൻ ഈ ഏറ്റവും താഴെ കാണുന്നത് ഇതാണ് നമ്മളെ എസ് എ പാർട്ടിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് ആവശ്യമായിട്ട് വരാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് ഇതിൽ ഏത് ഇക്വേഷൻ വേണം എന്നത് നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഇനി സെക്കൻഡ് നമുക്ക് വരുന്നത് നമ്മളുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ്. അത് റോ is equal to 1 minus 6 summation d square divided by n into n square minus 1. ഇനി ചിലര് ഇത് നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോം ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഇത് ബ്രാക്കറ്റിന്റെ അകത്താണ്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ n ക്യൂബ് മൈനസ് n എന്നുള്ള രീതിയിലാണ്. ഇവിടെ d എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റാങ്ക്സ് ആണ്. ആൻഡ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇനി ഇവിടെ നമ്മുടെ ആറിന് ജസ്റ്റ് അതെന്തൊക്കെയാണ് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. r is equal to +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആൻഡ് 0 ആണെങ്കിൽ സീറോ കോറിലേഷൻ. ഇനി 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇനി -1ന്റെയും 0ന്റെ ഇടയിലാണെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം എക്സാമിന് ഫൈനലി എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു r-ന്റെ വാല്യൂ കിട്ടിയിട്ട് അത് എന്താണ് എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മനസ്സിൽ വെക്കാം. ഇനി സ്പിയർമാനിൽ തന്നെ വേറൊരു കേസ് വരുന്നുണ്ട്, റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന കേസ്. റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഇനി റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരാളും കൂടെ എക്സ്ട്രാ വരും, കറക്ഷൻ ഫാക്ടർ. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സമ്മേഷൻ ഡി സ്ക്വയറും കറക്ഷൻ ഫാക്ടറും കൂടെ ആദ്യം ആഡ് ചെയ്യണം. അതിനുശേഷം വേണം 6ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ ആദ്യം 6 സമ്മേഷൻ ഡി സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ കൂടെ കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, ആൻസർ തെറ്റിപ്പോകും. ആൻഡ് കറക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ ഉണ്ട്, സമേഷൻ m ക്യൂബ് മൈനസ് m ഡിവൈഡഡ് ബൈ 12 ആണ്. ആൻഡ് m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് വിത്ത് കോമൺ റാങ്ക് ആണ്. അതായത് ഏതൊക്കെ നമ്പേഴ്സിനാണ് സെയിം റാങ്ക് കിട്ടുന്നത്, അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് m കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ അത്ര ഇക്വേഷൻസ് ഉള്ളൂ. ഈ 3 ഇക്വേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പഠിച്ചോളാം. ഇനി ഈ റിഗ്രഷൻ അനാലിസിസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റിഗ്രഷൻ ലൈൻസിന്റെ തന്നെ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് y ഓൺ എക്സിന്റെ ഇക്വേഷനും മറ്റൊന്ന് എക്സ് ഓൺ വൈന്റെ ഇക്വേഷനും. പിന്നെ പഠിക്കാനുള്ളത് നമ്മളുടെ റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ ഇക്വേഷൻ ആണ്. Vy(x) ഉണ്ട്, Vxy ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ Yx എന്നുള്ള ഫോർമാറ്റിലാണല്ലോ. അപ്പൊ ഫസ്റ്റ് വരുന്ന ആരാണ്, y ആണ്. സെക്കൻഡ് വരുന്നത് x ആണ്. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ വരേണ്ടത് സെക്കൻഡ് ആളാണ്, വേരിയൻസ് ഓഫ് x വരും. ഇവിടെ സെക്കൻഡ് വരുന്നത് y ആണ്. സോ നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന എന്താണ്, വേരിയൻസ് ഓഫ് y എന്നുള്ള രീതിയിലായിരിക്കും. ഇനി ഇവിടെ ഈ ഒരു ഇക്വേഷൻ പഠിക്കാനും ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷന്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. കാരണം കോറിലേഷന്റെ സെയിം ന്യൂമറേറ്റർ തന്നെ മുകളിൽ എന്താണ്, സെയിം ആള് തന്നെയാണ്. ആറിന്റെ ഇക്വേഷൻ കാണുമ്പോൾ നമ്മളെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ സെയിം ആണ് എന്ത്, ഈ ന്യൂമറേറ്റർ വരുന്നത്. ഡിനോമിനേറ്ററിൽ ചെറിയ മാറ്റമുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ പകരം ആരാണ്, വേരിയൻസ് ആണ് വരുന്നത്. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് ആണ്, ഇവിടെ വേരിയൻസ് ഓഫ് വൈ ആണ് വരുന്നത്. ആൻഡ് ഇനി ഇവിടെ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ്, 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൈൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. ഇനി 6 എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. സോ റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ ജിയോമെട്രിക് മീൻ ആണ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി 6ന്റെ സൈന് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ സൈൻ ആണ്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് അത് മൈനസ് ആണെങ്കിൽ ആറും മൈനസ് ആയിരിക്കും. ഇനി അത് പ്ലസ് ആണെങ്കിൽ ആറും എന്താണ്, പ്ലസ് ആയിരിക്കും. ആൻഡ് Vxyയും Vyxും കാണാൻ
കോറിലേഷൻ കോഎഫിഷ്യന്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും യൂസ് ചെയ്തിട്ട് മറ്റൊരു ഇക്വേഷൻ കൂടെ പഠിക്കുന്നുണ്ട്. BXY ഫസ്റ്റ് വരുന്ന എക്സ് ആണ്, അപ്പൊ മുകളിൽ എക്സ് വന്നു, സെക്കൻഡ് y ആണ്, താഴെ y വന്നു. രണ്ടിലും R എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ തന്നെയാണ്. ആൻഡ് ഇനി നെക്സ്റ്റ് VYX എന്ന് പറയുമ്പോൾ y എവിടെയാണ്? y വരുന്ന ന്യൂമറേറ്ററിലാണ് ആൻഡ് എക്സിന്റെ ടേം വരുന്നത് ഡിനോമിനേറ്ററിലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. എലമെന്ററി കാൽക്കുലസ്, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ, ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറൻസിയേഷനിൽ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ഇനി എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് 1 ആണ്. x⁻n ആണെങ്കിൽ n(x⁻n-1) ആണ്. ഇനി ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ, അങ്ങനെയാണെങ്കിൽ k(df(x)/dx) ആണ്. ഇനി d/dx ഓഫ് f പ്ലസ് ഓർ മൈനസ് g എന്നാണെങ്കിൽ അവിടെ df/dx പ്ലസ് ഓർ മൈനസ് d/dx ഓഫ് g. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് വരുന്നത്. ഇത്രയാണ് ഡിഫറൻസിയേഷൻ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് റവന്യൂ ഫംഗ്ഷൻ, അതിനെ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? dr of x by dx. ആൻഡ് ഇവിടെ c of x കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ കിട്ടും. ആൻഡ് പ്രോഫിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ ഇവിടെ റവന്യൂ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ ചോദിച്ച് അതിന്റെ മാർജിനൽ എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ കാണേണ്ടത് ഡെറിവേറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആവശ്യമായിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്തു, പിന്നെയും ഒരു വട്ടം. സോ 2 വട്ടം നമ്മൾ ഒരേ ഫംഗ്ഷൻ എന്താണ് ഡെറിവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ 0 കുറവാണോ കൂടുതലാണോ എന്ന് നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാക്സിമം വാല്യൂ ആണ്, കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? മിനിമം വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഇന്റഗ്രേഷനിൽ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 എന്ന് പറഞ്ഞാൽ 0 അല്ല, പകരം എന്താണ്? ഒരു k, ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. ഇന്റഗ്രൽ k ആണെങ്കിൽ നേരത്തെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആണെങ്കിൽ 0 എന്നാണ്. ഇവിടെ കോൺസ്റ്റന്റ് ആണെങ്കിൽ kx+c എന്നാണ്. c എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെയാണ് നമ്മൾ c എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇനി 1 ആണെങ്കിൽ 1dx എന്നാണെങ്കിൽ നമുക്ക് x+c എന്നാണ് കിട്ടുക. ഇനി x⁻n dx ആണെങ്കിൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1 c. സോ ഈ ഒരു 3 ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു 3 ഇക്വേഷൻ, ഈ 3 അറിഞ്ഞാൽ തന്നെ, ഈ 6 ഡിഫറൻസിയേഷനിലും 3 ഇന്റഗ്രേഷനിലും 3 അറിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന ഏറെക്കുറെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ കാണാം? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? റവന്യൂ ഫംഗ്ഷൻ ആയിരിക്കും. സോ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ മാർജിനൽ ഫംഗ്ഷൻ കാണാന്നുള്ളതാണ്. ഇപ്പൊ എന്താണ്? മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് തിരിച്ച് ഫംഗ്ഷൻ കാണാൻ പറയാണ്. അപ്പൊ നേരെ എന്ത് കാണണം? മാർജിനൽ ഫംഗ്ഷന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ഇന്റഗ്രൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? നമ്മളെ റവന്യൂ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ, പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്നുള്ള ആൾക്കാരായിരിക്കും. സോ മാർജിനൽ ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? നമ്മളുടെ റിയൽ ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എന്തും കൂടെ ഉണ്ടായിരിക്കും? റേഞ്ച് ഉണ്ടായിരിക്കും. ഒരു a to b, 1 to 3 എന്നോ 0 to 1 എന്നോ അങ്ങനെ എന്തെങ്കിലും എന്താണ് എക്കും ബിക്കും വാല്യൂ ഉണ്ടെങ്കിൽ ഏത് റേഞ്ചിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തെ ഏരിയ ആണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് എന്ത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ റാൻഡം വേരിയബിൾസ്, അവിടെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ 2 ഇക്വേഷൻസ് ആണ്. ഈ 2 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് അത് PMF ആണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറയും. ഏതൊക്കെയാണ്? നമ്മൾ എല്ലാ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. ആൻഡ് ബാക്കി 2 പ്രോപ്പർട്ടീസും കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ കാണുന്നത്. എക്സാമിന് പ്രോപ്പർട്ടീസ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പ്രോപ്പർട്ടീസ് പഠിച്ചോളാം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ.
സോ ഇനി ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അവിടെ സമ്മേഷൻ -∞ ടു എക്സ് പി ഓഫ് എക്സ്, ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇനി ഇത് ഡിസ്ക്രീറ്റിന്റെ കേസാണ്. കണ്ടിന്യൂസിന്റെ കേസ് വന്നാലോ ഈ സമ്മേഷൻ മാറി നേരെ എന്താവും, അത് ഇന്റഗ്രൽ ആയിട്ട് മാറും. അതാണ് ഈ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസിലേക്കും വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ എക്സ്പെക്ടേഷൻ മീൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ് ആണ്. ഇനി കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. സോ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് തന്നെ കിട്ടും. ആൻഡ് എ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി കോൺസ്റ്റന്റ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് വരുന്നത്. ഈ ലാസ്റ്റത്തെ ഇക്വേഷനും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. കാരണം എക്സിന്റെ എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ആ ബ്രാക്കറ്റിന്റെ അകത്ത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ സെയിം സൈൻ ആയിരിക്കും. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, ഓർത്ത് വെച്ചോളാം. കാരണം വേരിയൻസിൽ അത് അങ്ങനെയല്ല. അകത്ത് പ്ലസ് ആയാലും മൈനസ് ആയാലും ഒന്നും വിഷയമല്ല. പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിരിക്കും, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, പ്ലസ് എന്ന സൈൻ മാത്രമായിരിക്കും വരാം. ആൻഡ് വേരിയൻസ് ഇക്വേഷൻ വരുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. അകത്ത് എക്സ് ആണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് തന്നെയാണ്, എക്സ് ആണ്. ആൻഡ് ഇവിടെ എക്സ് സ്ക്വയർ ആകുമ്പോൾ ഇവിടെ എന്താണ്, സമ്മേഷൻ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് എന്നായിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് നമുക്ക് ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് വരുന്നത്. വേരിയൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. എ എക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എക്സ്പെക്ടേഷൻ അതെ, വേരിയൻസും അതെ. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് PDF. ഈ 2 ആൾക്കാരാണ് നമുക്ക് ഏറ്റവും സഫീഷ്യന്റ് ആയിട്ടുള്ള 2 കണ്ടീഷൻ എന്ന് പറയുന്നത്. എല്ലാ പ്രോബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഈ ഒരു ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുന്നത്. ആൻഡ് ഇതാണ് നമുക്ക് ബാക്കി 2 പ്രോപ്പർട്ടീസ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് നേരത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. റേഞ്ച് വരുന്നത് 0 മുതൽ 1 വരെയാണ്. ആൻഡ് ബാക്കി എല്ലാം സെയിം പ്രോപ്പർട്ടീസ് ആണ്. ഡിസ്ക്രീറ്റ് പോലെ തന്നെ സെയിം പ്രോപ്പർട്ടീസ് ആണ് കണ്ടിന്യൂസിൽ നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ മീനും വേരിയൻസും. കണ്ടിന്യൂസിന്റെ കേസിൽ വ്യത്യാസം വരുന്നത് ആകെ എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഇന്റഗ്രൽ ആണ്, നേരത്തെ എന്താണ്, സമ്മേഷൻ ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. വേരിയൻസിന്റെ സെയിം ഇക്വേഷൻ ആണ്. ഈ കിട്ടിയിട്ടുള്ള ആൾക്കാരെ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. ഇതിനെയാണ് നമുക്ക് റാൻഡം വേരിയബിൾസ് എന്നുള്ള ഇക്വേഷൻ. ഇനി ഡിസ്ക്രീറ്റർ നോക്കുകയാണെങ്കിൽ 2 ആൾക്കാരേ ഉള്ളൂ. ബൈനോമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും. ഇതാണ് ബൈനോമൽ ഇക്വേഷൻ വരുന്നത്. NCX P raised to X Q raised to N minus X. ആൻഡ് ഇവിടെ മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്, വേരിയൻസ് NPQ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് NPQ ആണ്. ഇനി പോയ്സോണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് P of X is equal to E raised to minus lambda into lambda raised to X divided by X factorial equal to 0 otherwise. പോയ്സോണിന്റെ കേസിൽ എന്താണ് പ്രത്യേകത, മീനും വേരിയൻസ് എന്താണ്, സെയിം ആണ്, ലാംഡ തന്നെയാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ലാംഡ ആണ്. ആൻഡ് അഡിറ്റീവ് പ്രോപ്പർട്ടി, ജസ്റ്റ് എക്സ് ഫോളോ ചെയ്യുന്ന പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്, വൈ ഫോളോ ചെയ്യുന്ന പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് എന്താ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്, പോയ്സോൺ വിത്ത് λ1 പ്ലസ് λ2 ആയിരിക്കും. ഇനി നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമുക്ക് PDF വരുന്നത്. 1/σ√2π e raised to -1/2 x minus mu by sigma the whole square. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ട് നിങ്ങളോട് മ്യൂ എന്താണ്, സിഗ്മ എന്താണ്, അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ എന്താണ്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഒരു ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ് വരുന്നത്. ഇനി ഇതിൽ പ്രോപ്പർട്ടീസിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്നതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 2/3 സിഗ്മയാണ്, മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 4/5 സിഗ്മയാണ്. ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ടെക്സ്റ്റിലുള്ള ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/σ√2π e raised to minus z² by 2 ആണ്. കാരണം Z ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, N01 ആണ്. അതായത് ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ Z ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ്, X മൈനസ് മ്യൂ ബൈ സിഗ്മ. സോ എക്സിനെ Z ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് വരുന്നത് ബ്ലോക്സ് ആണ്. 6 ബ്ലോക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയ കാണേണ്ടത്. സോ ഏരിയ അണ്ടർ ദി കർവ് കാണാൻ നമ്മൾ 6 രീതികളുണ്ട്. 6 എണ്ണവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു ലൈവില് ചെയ്തിട്ടുണ്ട്. സോ ആ ലൈവ് ക്ലാസ് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക. കാരണം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് മാത്രമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ലൈവ് ക്ലാസ് റെഫർ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾസ്, എത്ര സാമ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നതിന് വേണ്ടി നമുക്ക് NCN വേസ് ആണുള്ളത്. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സാമ്പിൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/NCN ആണ്. ഇവിടെ N എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സൈസ് ആണ്. ആൻഡ് സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ സൈസ് ആണ്. അപ്പൊ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കൂടെ വേണം, വിത്ത് റീപ്ലേസ്മെന്റിന്റെ ആള് കൂടെ വേണം. അവിടെ ഇക്വേഷൻ വരുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N റേസ് ടു സ്മോൾ ലെറ്റർ n ആണ്. ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/N റേസ് ടു N ആണ് വരുന്നത്. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിന്റെ കേസിൽ വേരിയൻസ് എന്ന് പറഞ്ഞാൽ σ²/n ആണ്. സ്റ്റാൻഡേർഡ് എറർ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. അത് വരുന്നത് σ/√n ആണ് വരുന്നത്. ഇനി SRS WOR, അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ കേസിൽ വേരിയൻസിന് കുറച്ച് വലിയ ഇക്വേഷൻ ആണ് വരുന്നത്. അത് ക്യാപിറ്റൽ N-N/N-1 ഇൻറ്റു σ²/n ആണ്. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ എന്താണ്, സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇനി സിഗ്മ², ഇനി മറന്നുപോയ ആൾക്കാർക്കാണ് summation x²/n മൈനസ് summation x/n² ഇതാണ് നമുക്ക് σ²ന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ സെൻട്രൽ ലിമിറ്റ് തിയറം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x⁻ - μ/σ/√n ഫോളോ ചെയ്യുന്നത് n=0 ആണ്. ഏത് കേസിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് ലാർജ് സൈസ്, സാമ്പിളിന്റെ സൈസ് ലാർജ് ആവുന്ന കേസിൽ നമ്മളുടെ ഈ ഒരു സാമ്പിൾ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത്. ഇനി സാമ്പിളിംഗിൽ നമുക്ക് 3 ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. സോ അതിൽ ആദ്യത്തെയാണ് chi² ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ Z എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അതിന്റെ എല്ലാം സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് chi² വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അവിടെ മീൻ എന്ന് പറയുന്നത് n ആണ്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഇനി Z², അതായത് ഒരുപാട് ആൾക്കാർ ആഡ് ചെയ്യുന്നില്ല, ഒരൊറ്റ സെറ്റിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് chi² വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. കാരണം Z എന്താ, ഒരാളേ ഉള്ളൂ, അപ്പൊ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. ആൻഡ് ഇങ്ങനത്തെ ഒരു റേഷ്യോ NS²/σ² ഫോളോ ചെയ്യുന്നതാണ് chi² വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇതിൽ മീനും വേരിയൻസും മുൻ വർഷങ്ങളിൽ അത് 1 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഈ chi²ഉം T ഡിസ്ട്രിബ്യൂഷനും F ഡിസ്ട്രിബ്യൂഷനും ഒക്കെ യൂസ് ചെയ്തിട്ട്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളാം. ഇനി നെക്സ്റ്റ് T ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇക്വേഷൻ വരുന്നത് Z/√y/n എന്നാണ്. ഇവിടെ Z എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. ഇവിടെ Y എന്ന് പറയുന്നത് chi² വേരിയബിൾ ആണ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. മീൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ n/n-2 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. ഇനി ലെസ് ദാൻ 2 ആണെങ്കിൽ എന്താ പ്രശ്നം, ഇവിടെ 2 ആണ് വരുന്നെങ്കിൽ n/0 എന്ന് വരും. ആൻഡ് എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്, നമുക്കറിയില്ല ആ ഒരു സംഭവം. സോ ഇനി T എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഷ്യോ x⁻ - μ/s/√n-1 ഫോളോ ചെയ്യുന്നത് T വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇനി നെക്സ്റ്റ് നെഡക്കോർസ് F ഡിസ്ട്രിബ്യൂഷൻ, അത് chi² ഡിസ്ട്രിബ്യൂഷന്റെ റേഷ്യോ ആയിട്ടാണ് വരുന്നത്. chi⁻² വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് chi2² വിത്ത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആൻഡ് അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് F വേരിയബിൾ ഫോളോ ചെയ്യുന്നത് F ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 1/F ഫോളോ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, F ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ എന്താ, നേരെ ഇത് തലകുത്തനോ n1 n2 എന്നുള്ളത് n2 n1 എന്നാണ് അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്യുന്നത് F ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 - 1 ആൻഡ് n2 - 1 ആണ്. നെക്സ്റ്റ് നമ്മളെ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, അതിൽ നമുക്കറിയാം അൺബയാസ്നെസ് ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, ആൻഡ് പിന്നെ ആരും കൂടെ ഉണ്ട്, സഫിഷ്യൻസി ഉണ്ട്. സഫിഷ്യൻസി ഈ ഇക്വേഷൻ ഒന്നുമില്ല, ഒരു തിയറി മാത്രമേ ഉള്ളൂ. ആൻഡ് അൺബയാസ്നെസ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് T ഈസ് ഈക്വൽ ടു തീറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അതെന്താണ്, അൺബയാസ്ഡ് ആണ് എന്ന് നമ്മൾ പറയും. തീറ്റ എന്ന് പറയുന്നത് പാരാമീറ്റർ ആണ്.
ടി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ അൺബയാസ്നെസ് പ്രൂവ് ചെയ്യുന്നത്. ഇനി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റ ആൻഡ് വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0. അതായത് മാക്സിമം നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ ആ പാരാമീറ്ററിനോട് അടുത്തിരിക്കണം. അവർ നമ്മളെ വേരിയൻസ് എന്നാണ് 0ലേക്ക്, അതായത് തീരെ കുറവായിരിക്കണം ആ ഒരു വേരിയൻസ് എന്ന് പറയാം. നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ശരിക്കുള്ള വാല്യൂ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അധികം വരരുത്, അധികം വേരിയേഷൻ വരരുത്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n എന്താണ്, ലാർജ് ആയിരിക്കണം. ഈ ഒരു പ്രോപ്പർട്ടി 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അൺബയാസ്നെസ്സും അതും 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 T2-നെക്കാട്ടും കൂടുതൽ എഫിഷ്യന്റ് ആണ് എന്ന് പറയണമെങ്കിൽ വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് T2-നെക്കാട്ടും കുറവായിരിക്കണം, എന്നാലാണ് കൂടുതൽ എഫിഷ്യന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ഇനി മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മ്യൂ ക്യാപ്, അതായത് ആ ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എക്സ് ബാർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ആവറേജ് ആണ്, സിഗ്മ എക്സ് ബൈ എൻ ആണ് വരുന്നത്. ഇനി നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പോപ്പുലേഷൻ മീൻ, അതിനെ 1 - ആൽഫ ഇൻറ്റു 100% കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇക്വേഷൻ വരുന്നതാ എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് n z ആൽഫ ബൈ 2 ആൻഡ് എക്സ് ബാർ പ്ലസ് സിഗ്മ ബൈ റൂട്ട് n z ആൽഫ ബൈ 2. ആൻഡ് ഇവിടെ ഇതാണ് നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ വരുന്നത്. ഇതാണ് നമുക്ക് സിഗ്മ അൺനോൺ ആണെങ്കിൽ, സിഗ്മ അറിയുമെങ്കിൽ സിഗ്മ ബൈ റൂട്ട് n. ഇനി സിഗ്മ അറിയില്ലെങ്കിൽ, സിഗ്മ എന്ന് പറഞ്ഞാൽ ആരാ, പോപ്പുലേഷന്റെ പാരാമീറ്റർ ആണ്, അത് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ പോപ്പുലേഷനിലത്തെ സാമ്പിളിന്റെ എസ്റ്റിമേറ്റർ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യുക. എന്താണ്, സിഗ്മ അറിയില്ലെങ്കിൽ നേരെ ആര് യൂസ് ചെയ്യും, എസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ലെങ്കിൽ പോപ്പുലേഷന്റെ, നമ്മളപ്പോൾ എന്തെടുക്കും, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്മോൾ ലെറ്റർ എസ് അങ്ങോട്ട് എടുക്കും. ഓക്കെ, ഇതാണ് നമുക്ക് 2 ഇക്വേഷൻസ് വരുന്നത്. ഇനി നമ്മളുടെ അടുത്ത ചാപ്റ്റർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസ്. അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് ആൽഫയാണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽഫ എന്ന് വിളിക്കുന്നത്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താ, റിജക്ട് H0 when H0 is ട്രൂ ആണ്. ഇനി ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 എററിന്റെ പ്രോബബിലിറ്റി ആണ്. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് H0 when H0 is ഫാൾസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന പവർ ഓഫ് എ ടെസ്റ്റ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമ്മളുള്ള കഴിവ്, അതാണ് ഈ പവർ ഓഫ് എ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ 1 - ബീറ്റ ആണ്, അതായത് പ്രോബബിലിറ്റി ഓഫ് റിജക്ട് H0 when H0 is ട്രൂ. ഇനി നമുക്ക് ടെസ്റ്റുകളാണ്. സിംഗിൾ മീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കേസ് ഉണ്ട്, അല്ലെങ്കിൽ 2 മീൻ വാല്യൂസ് ചെക്ക് ചെയ്യുന്ന കേസ് ഉണ്ട്. സിംഗിൾ മീനിന്റെ കേസ് ആണെങ്കിൽ Z ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, ടി ടെസ്റ്റ് ഉണ്ട്. Z ടെസ്റ്റ് ആണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് n. എപ്പം സിഗ്മ നമുക്ക് അറിയാമെങ്കിൽ, പോപ്പുലേഷന്റെ ആ ഒരു പാരാമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അതിന് പകരം ചില കേസിൽ സിഗ്മ നമുക്ക് അറിയില്ല, പകരം എന്താണ്, സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സാമ്പിളിന്റെ വേരിയൻസ് ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ടി ടെസ്റ്റ് ഏത് കേസിലാണ്, നമ്മളെ n എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 30. ഇവിടെ എന്താണ്, n ലാർജ് ആണ്, ഗ്രേറ്റർ ദാൻ 30 ആണ്, വലിയ വാല്യൂ, സാമ്പിൾ സൈസ് വലുതാണ്. ഇനി സാമ്പിൾ സൈസ് ചെറുതാണെങ്കിൽ നമ്മൾ ആര് യൂസ് ചെയ്യും, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് n - 1 ആണ് ഇക്വേഷൻ വരുന്നത്. ഇനി 2 മീൻ വാല്യൂ വരുന്ന കേസിൽ ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇത് സിഗ്മ നമുക്ക് അറിയുന്ന കേസ്. ഇനി ഇവിടെ എന്താണ്, നമുക്ക് സിഗ്മ അറിയില്ല, അപ്പൊ എന്ത് യൂസ് ചെയ്യണം, നമ്മൾ എസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ നമ്മള് നേരത്തെ നോക്കിയ എന്താ, വേരിയബിൾസിന്റെ കേസാണ്. ഇത് എന്താണ്, ആട്രിബ്യൂട്ട്സ്, അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമ്മൾ ഇന്റലിജൻസ്, ഓണസ്റ്റി, ഇതൊക്കെ എന്താണ് വരുന്നത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡാറ്റയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. ഇക്വേഷൻ വരുന്നത് സമ്മേഷൻ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. ഈ ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റനിൽ ആ ടേബിളിൽ തന്നിട്ടുണ്ടാവും വാല്യൂസ്, അതാണ് ഈ ഒബ്സർവ്ഡ് വാല്യൂ ഓ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ R എന്ന് പറഞ്ഞാൽ റോ ടോട്ടൽ ആണ്, സി എന്ന് പറഞ്ഞാൽ കോളം ടോട്ടൽ ആണ്, ആൻഡ് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ആൻഡ് ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് R-1 ഇൻടു C-1 ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്, അതൊന്ന് റെഫർ ചെയ്യുക.
10ാമത്തെ ചാപ്റ്റർ അനാലിസിസ് ഓഫ് വേരിയൻസ്. ആകെ പഠിക്കാനുള്ളത് ഒരൊറ്റ ടേബിൾ ആണ്. ആ ടേബിളിലേക്ക് പക്ഷെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒന്ന് നമ്മളുടെ ക്യാപിറ്റൽ N, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്ലോട്ട്സ്, മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട്, അതാണ് ഈ ക്യാപിറ്റൽ N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എത്ര ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ഇനിയിപ്പം 5 ട്രീറ്റ്മെന്റ് ആണോ 3 ട്രീറ്റ്മെന്റ് ആണോ, അപ്പൊ എത്ര റോസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ അത്രയും ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഏത് കേസിൽ റോ ഡാറ്റ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ അനോവ ടേബിൾ ഉണ്ടാക്കുന്ന കേസിൽ. ഇനി അധികം എക്സാമിന് വരെ അനോവ ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അനോവ ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടേബിളിൽ തന്നെ ചെറിയ ഡിവിഷനും എഡീഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ടേബിൾ ഫുൾ ആക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ഇക്വേഷൻസ് ആണ് നോക്കുന്നത്. കറക്ഷൻ ഫാക്ടർ G²/N, ഗ്രാൻഡ് ടോട്ടൽ. അപ്പൊ നമ്മൾക്ക് റോ ആയിട്ടുള്ള ഡാറ്റ ആണ് തരുന്നെങ്കിൽ, ക്വസ്റ്റ്യൻസ് ആണ് തരുന്നെങ്കിൽ, ജസ്റ്റ് നമ്പേഴ്സ് തരുകയാണെങ്കിൽ അതിന്റെ എല്ലാം കൂടെ ടോട്ടൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനാണ് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പ്ലോട്ട്സ് ആണ്. സോ ഇതാണ് നമുക്ക് കറക്ഷൻ ഫാക്ടർ. ഇനി ടോട്ടൽ സം ഓഫ് സ്ക്വയർസ് TSS എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർസ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് കറക്ഷൻ ഫാക്ടർ ആണ്. ഇനി ചില കേസിൽ അനോവ ടേബിൾ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഈ TSS തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ SSBയോ SSW തന്നിട്ട് ഈ TSS ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഫില്ല് ചെയ്യേണ്ട രീതികളാണ്. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റെഫർ ചെയ്യാട്ടോ. ഇനി നമ്മൾ ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയർസ്, അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയർസ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പേരായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം. ഇക്വേഷൻ വരുന്ന സം ഓഫ് TI² മൈനസ് കറക്ഷൻ ഫാക്ടർ ആണ്. ആൻഡ് ഇവിടെ TI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദി ith സാമ്പിൾ. അപ്പൊ ആദ്യത്തെ സാമ്പിളില് ടോട്ടൽ, രണ്ടാമത്തെ സാമ്പിളിലെ ടോട്ടൽ, ഇങ്ങനെയാണ് എന്ത് നമ്മള് SSV കാണേണ്ടത്. ഇനി SSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് TSS മൈനസ് SSV ആണ്. ചുരുക്കി പറഞ്ഞാൽ TSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSW പ്ലസ് SSB ആണ്. നമ്മളെ മൊത്തത്തിലുള്ള വേരിയേഷൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വേരിയേഷൻ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാളെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഇങ്ങനെ മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മീൻ സം ഓഫ് സ്ക്വയർസ്. അതിന് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആവശ്യമായിട്ടുണ്ട്. TSSന്റെ കേസിലാണെങ്കിൽ N-1, SSBയുടെ കേസാണെങ്കിൽ K-1, SSWന്റെ കേസാണെങ്കിൽ N-K. ഇതാണ് നമുക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. ഇവിടെ തൊട്ടാണ് നമുക്ക് അനോവ ടേബിളിലേക്ക് കറക്റ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ആൾക്കാർ വരുന്നത്. ഇനി MSB എന്ന് പറഞ്ഞാൽ SSB/K-1 ആണ്. MSW എന്ന് പറഞ്ഞാൽ SSW/N-K. സോ അതായത് മീൻ സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതാണ് നമ്മൾ ഇവിടെ മീൻ സം ഓഫ് സ്ക്വയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ സം ഓഫ് സ്ക്വയർസ് ഡിവൈഡഡ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അപ്പൊ മീൻ സം ഓഫ് സ്ക്വയർസ് കിട്ടും. ഇനി F എന്ന് പറഞ്ഞാൽ MSB/MSW ആണ്. ഇനി F ആൽഫനെ എവിടെ നിന്ന് കിട്ടും? ചിലപ്പോൾ എഫിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടായിരിക്കും. ഇനി തന്നിട്ടില്ലെങ്കിൽ നേരെ ടേബിൾ എടുത്തിട്ട് നമ്മൾ എഫിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എങ്ങനെയാണ് എഫിന്റെ വാല്യൂ കാണുന്നത്. അപ്പൊ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയണം. അപ്പൊ ഇവിടെ K-1 N-K ആണ് ഈ N1 N2 എന്നുള്ള സ്ഥലത്തുള്ളത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാം, ടേബിൾ നോക്കുക, കണ്ടുപിടിക്കാം. ചിലപ്പോൾ 0.05 ആയിരിക്കും, അല്ലെങ്കിൽ 0.01 ആയിരിക്കും. ഏതാണ് വരുന്നത് എന്ന് നോക്കി മനസ്സിലാക്കാം. ഇനി എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂവിനെക്കാട്ടും വലുതാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇനി നമ്മളുടെ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അതിൽ നമുക്ക് അറിയാലോ കുറച്ച് ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്സ് ആണ് വരുന്നത്. ആദ്യം വരുന്നത് മീൻ ചാർട്ടാണ്. അതിന്റെ സെന്റർ ലൈൻ എന്ന് പറയുന്നത് X∬ ആണ്, അതായത് സമ്മേഷൻ X⁻/M. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. ആൻഡ് സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് സാമ്പിളിന്റെ സൈസ് ആണ്. ചിലപ്പോൾ ഒരു 10 സാമ്പിൾസ് ഉണ്ടായിരിക്കും. ഓരോ സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പൊ ഇവിടെ M എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 സാമ്പിളുകൾ. N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓരോ സാമ്പിളിന്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞു 5 ആണ്. സോ ഇങ്ങനെയാണ് സാമ്പിൾ സൈസും നമ്പർ ഓഫ് സാമ്പിൾസും മാറിപ്പോവരുത്. സോ ഇനി നമ്മളുടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ X∬ പ്ലസ് A2R⁻. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ X∬ മൈനസ് A2R⁻. A2 എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോളിന്റെ കോൺസ്റ്റൻസ് ആണ്. അതിനൊരു കുട്ടി ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം A2വിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് സാമ്പിളിന്റെ സൈസ് ആണ്. സാമ്പിൾ സൈസ് 3 ആണോ 4 ആണോ 5 ആണോ എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. എന്നിട്ട് നേരെ ആ ടേബിൾ എടുക്കാം. സാമ്പിളിന്റെ സൈസ് അനുസരിച്ചിട്ട് അവിടെ ഒരു A2വിന്റെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ നേരെ സാമ്പിൾ സൈസ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A2വിന്റെ വാല്യൂ കാണാൻ
നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇനി R എന്ന് പറഞ്ഞാൽ നമ്മളുടെ റേഞ്ച് ആണ്. അപ്പൊ R ബാർ ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള. R ബാർ എന്ന് പറഞ്ഞാൽ എല്ലാ റേഞ്ചുകളും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വരുന്നത് റേഞ്ച് ചാർട്ട് ആണ്. അതിന്റെ സെന്റർ ലൈൻ എന്ന് പറഞ്ഞാൽ R ബാർ ആണ്. R ബാറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എല്ലാ റേഞ്ചുകളും കൂടെ ആഡ് ചെയ്യുന്നു ആൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. ഇനി UCL LCL. UCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്താണ് D4 R ബാർ ആണ്. LCL എന്ന് പറഞ്ഞാൽ D3 R ബാർ ആണ്. സോ ഇവിടെ നമ്മളുടെ A2 D3 D4 ഇവരെല്ലാം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന്റെ കോൺസ്റ്റൻസ് ആണ്. ഇതിന്റെ കോൺസ്റ്റൻസ് ആണ് A2 D3 D4 എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. നമുക്ക് ടേബിളിൽ നിന്നാണ് ഇതിന്റെ വാല്യൂ കിട്ടുന്നുണ്ടായിരിക്കുക. ഇവിടെ എങ്ങനെയാ നോക്കുക, എന്നിന്റെ വാല്യൂ അനുസരിച്ചിട്ട് സാമ്പിളിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് D3യും D4ഉം A2ഉം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ ആട്രിബ്യൂട്ട്സിന്റെ കേസ്. ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ NP ചാർട്ട് ഉണ്ട്, P ചാർട്ട് ഉണ്ട്, C ചാർട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് ആകെ NP ചാർട്ടാണ്. സോ ഈ NP ചാർട്ടിൽ സെന്റർ ലൈൻ എന്ന് പറയുന്നത് NP ബാർ ആണ്. ഇവിടെ P ബാർ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആക്ച്വലി P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്ട്സ് ഇൻ ദി സബ് ഗ്രൂപ്പ്. അപ്പൊ സാമ്പിൾ സൈസ് അതിന് ഓരോന്നിലും എത്ര ഡിഫക്ട്സ് വെച്ചിട്ട് വരുന്നുണ്ട് അതാണ് നമുക്ക് P കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി P ബാർ കാണാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. എല്ലാ ഡിഫക്റ്റേഴ്സും ആഡ് ചെയ്യുന്നു ആൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻടു സാമ്പിൾ സൈസ്. എമ്മും എന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എമ്മും എന്നും വരുന്നത്. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ NP ബാർ പ്ലസ് 3 ഇൻടു റൂട്ട് ഓഫ് NP ബാർ Q ബാർ. ഇനി നെക്സ്റ്റ് LCL എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പ്ലസ് മാറ്റി ഇവിടെ മൈനസ് ആയതുള്ളൂ. ആൻഡ് ഇവിടെ ഒരാളും കൂടെ വരുന്നുണ്ട് Q ബാർ. Q ബാർ എങ്ങനെ കിട്ടും? 1 മൈനസ് P ബാർ ആണെന്ന് Q ബാർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്റർ ടൈം സീരീസ് അനാലിസിസ്. ഇപ്പൊ തന്നെ കുറെ ഇക്വേഷൻസ് ആയിട്ടുണ്ട് അല്ലെ. സോ ഇനി ടൈം സീരീസ് അനാലിസിസിലേക്ക് വരുമ്പോൾ അഡിറ്റീവ് മോഡൽ, മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ, രണ്ട് ഇക്വേഷൻസ് ആണ്. T പ്ലസ് S പ്ലസ് C പ്ലസ് R മൾട്ടിപ്ലിക്കേറ്റീവ് ആകുമ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. T എന്ന് പറഞ്ഞാൽ സെക്യുലർ ട്രെൻഡ് ആണ്, S എന്ന് പറഞ്ഞാൽ സീസണൽ വേരിയേഷൻ ആണ്, C എന്ന് പറഞ്ഞാൽ സൈക്ലിക് വേരിയേഷൻ ആണ്, ആൻഡ് ലാസ്റ്റ് R എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയേഷൻസ്, അതായത് ഇറഗുലർ വേരിയേഷൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് നമ്മളുടെ ട്രെൻഡ് വരുന്നത് അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നുമില്ല. ആൻഡ് നമ്മളുടെ ഈ ട്രെൻഡ് മെഷർ ചെയ്യാൻ 4 മെത്തേഡ്സ് ഉണ്ട്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഉണ്ട്, അവിടെ ഒന്നും നമുക്ക് ഇക്വേഷൻ ഇല്ല. ഇനി മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ് ഒക്കെ ആവറേജ് കാണലാണ്, അത് ആ ടേബിളിൽ നിന്ന് നമ്മൾ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും വരുന്നില്ല. ആകെ വരുന്നത് മൂവിങ് ആവറേജിന്റെ കേസിൽ എത്ര മൂവിങ് ആവറേജ് നമുക്ക് കിട്ടും, എത്ര ആവറേജസ് നമുക്ക് ടോട്ടലി കിട്ടും, 4 ആണോ 5 ആണോ 10 ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. N മൈനസ് K പ്ലസ് 1 എപ്പം K ഓഡ് നമ്പർ ആണെങ്കിൽ, N മൈനസ് K എപ്പം K ഈവൺ നമ്പർ ആണെങ്കിൽ. ഇനി N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ചിലപ്പോൾ 2009 തൊട്ട് 2020 വരെയൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പൊ എത്ര വർഷങ്ങളുണ്ട് നോക്കുകയാണെങ്കിൽ 12 വർഷങ്ങളുണ്ട്. 2009 തൊട്ടിട്ട് 2011 തൊട്ട് 2020 എന്ന് പറയുകയാണെങ്കിൽ 10 വർഷം. പിന്നെ എന്താണ് 2009ഉം 2010ഉം 12 വർഷങ്ങളുണ്ട്. അപ്പൊ N എന്ന് പറഞ്ഞാൽ ഇവിടെ 12 എന്ന് കിട്ടും. ഇനി K എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 ഇയർലി മൂവിങ് ആവറേജ് ആണോ 4 ഇയർലി മൂവിങ് ആവറേജ് ആണോ, അങ്ങനെ എത്ര ഇയർലി ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് 2 ആണോ 3 ആണോ 4 ആണോ എന്നൊക്കെ നോക്കിയിട്ട് ആ Kന്റെ വാല്യൂ, ഇപ്പൊ 3 ആണെങ്കിൽ ഓഡ് നമ്പർ ആദ്യത്തെ ഇക്വേഷൻ, 4 ആണെങ്കിൽ എന്താ ഈവൺ നമ്പർ, അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ, അത്രേ ഉള്ളൂ സമം. അപ്പൊ എന്നിന്റെ നമ്പർ നോക്കിയിട്ടല്ല കെന്റെ നമ്പർ നോക്കിയിട്ടാണ് എന്ത് നമ്മള് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജില് നമ്പർ ഓഫ് മൂവിങ് ആവറേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്, അവിടെ നമുക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട്. നോർമൽ ഇക്വേഷൻസ് അഥവാ എസ്റ്റിമേറ്റിംഗ് ഇക്വേഷൻ എന്താണ്? സമേഷൻ y is equal to a summation x plus nb and summation xy is equal to a summation x square plus b summation x. ആൻഡ് ഇതിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും ബിന്റെയും വാല്യൂസ് ഫൈനലി കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെയും ബിന്റെ വാല്യൂസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകേണ്ടത് ട്രെൻഡ് ഇക്വേഷനിലേക്കാണ്. അത് y is equal to ax plus b. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മളുടെ ലാസ്റ്റ് ഇക്വേഷൻ ഷിഫ്റ്റിംഗ് ദി ട്രെൻഡ് ഒറിജിൻ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ y is equal to a into x plus k plus b. ചെയ്യുന്ന എന്താ? ജസ്റ്റ്
ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 2000-ൽ നിന്ന് 2005-ലേക്കാണ് നമ്മൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ചെയ്യുന്നത് 2005 മൈനസ് 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5 എന്നുള്ള പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ഏത് കേസിൽ കെ പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? നമ്മൾ മുന്നോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. 2000-ൽ നിന്ന് 2005 നമ്മൾ മുന്നോട്ടേക്കാണല്ലോ പോകുന്നത്. അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുക. ഇനി ജസ്റ്റ് ഇൻ കേസ് 2000-ൽ നിന്ന് നമ്മൾ നേരെ ബാക്കോട്ട് 1995-ലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ 2000 മൈനസ് 1995 ദാറ്റ് ഈസ് ഈക്വൽ ടു 1995 മൈനസ് 2000 അങ്ങനെ വരുമ്പോൾ എന്ത് വരും? -5 എന്നാണ് വരിക. അപ്പൊ ഈ -5 ആണ് വരുന്നതെങ്കിൽ കെന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരപ്പെടാ നമ്മൾ ഇപ്പോൾ ഉള്ള ഒറിജിനിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ. ഇപ്പൊ 2000-ൽ നിന്ന് 1995 അല്ലെങ്കിൽ 1990 അങ്ങനെ ബാക്കോട്ട് പോയി കഴിയുമ്പോൾ എന്താണ്? കെന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ മുന്നോട്ടേക്കാണ് പോകുന്നതെങ്കിലോ അപ്പൊ നമ്മൾ കെന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഇതാണ് ട്രെൻഡ് ഇക്വേഷൻ. നമ്മളെ ഷിഫ്റ്റിംഗ് ഓഫ് ട്രെൻഡ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഈ ഒരു കുട്ടി ഇക്വേഷൻ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 12 ചാപ്റ്റേഴ്സിലെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. 100-ലധികം ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് നോക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു പേപ്പറിൽ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ചാപ്റ്ററിൽ ഏത് ഇക്വേഷൻ ആണ് എന്നൊക്കെ പെട്ടെന്ന് ഒന്ന് നമ്മൾ മറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഇതുകൊണ്ടാണ് തുടക്കം തൊട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് വായിക്ക്, അല്ലെങ്കിൽ ഇതിലെ ഓരോ ചാപ്റ്ററിൽ ഇക്വേഷൻസ് വരുമ്പോൾ എഴുതി വെക്ക് എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എക്സാമിന് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് മറിച്ച് നോക്കി എല്ലാം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് എക്സാം വരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഒക്കെ സെറ്റ് ആക്കിക്കോളാം, പഠിച്ചോളാം. ബാക്കി ക്ലാസ്സസ് ലൈവ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതാണ് ടോപ്പിക് വേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് കണ്ടന്റ് വേണ്ടത്, ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.